ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 9-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാജവിദ്യ രാജഗുഹ്യ യോഗം 9-ാം അധ്യായം 30-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി ഇതിൻ്റെ വരുന്ന ശ്ലോകങ്ങളിൽ വളരെ ഭഗവത്ഗീതയെ വിമർശിക്കുന്ന പാപയോനികളായിട്ടുള്ളവരെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യറിയാതെ അവിടുന്നും ഇവിടുന്നും 1-2 ശ്ലോകങ്ങളൊക്കെ പരതി ഗീതയെ തെറി പറയുന്ന കുറേ വിദ്വാന്മാർ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് വേണ്ടത്ര പിടികിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്കത് കാണാം, വിസ്തരിച്ച് തന്നെ കാണാം. അപ്പോൾ 30-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അഭിചേത്സു ദുരാചാരഃ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഃ. ഒരു ദുരാചാരൻ, ആരാണ് ഈ ദുരാചാരൻ? നമുക്കറിയാം, സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയെ പാടെ തകിടം മറിച്ചുകൊണ്ട് ആ വ്യവസ്ഥിതിയെ, സാമൂഹിക നിയമങ്ങളെ അനുസരിക്കാതെ തനിക്കും മറ്റുള്ളവർക്കും പീഡയുണ്ടാക്കി ജീവിക്കുക, അവരാണ് ദുരാചാരന്മാർ. അവരുടെ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. സമൂഹം പൊതുവായി സ്വീകരിച്ചിട്ടുള്ളതല്ലാത്ത ആക്ടിവിറ്റികൾ നമുക്ക് ലളിതമായിട്ട് അങ്ങനെ കാണാം. അതിനിപ്പോൾ ഓരോന്നിനെ എണ്ണാൻ തുടങ്ങിയാൽ അനവധി ഉണ്ടാവും. അപ്പോൾ മാതൃകാപരമല്ലാത്തത്, സമൂഹം അംഗീകരിക്കാത്തത്, ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും പക്ഷെ അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ സമൂഹം അങ്ങനെ കരുതുന്നുണ്ടാവും, അവരങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുണ്ടല്ലോ എത്രയോ പ്രസിദ്ധങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഥാരൂപത്തിലും സിനിമയിലും ഒക്കെ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. നമ്മൾ മഹാത്മാക്കളെക്കുറിച്ച് പറയുമ്പോൾ, ഋഷിമാരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വാത്മീകി മുതലായിട്ടുള്ള അനേകം ആളുകളുണ്ട്. അവരുടെ ഒരു പൂർവ ആശ്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുൻ ജീവിതം എന്ന് പറയുന്നത് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒന്ന്. പിന്നീട് അവർ മാറി മറയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണല്ലോ നമ്മുടെ അങ്കുലിമാലൻ്റെ കഥ. അങ്കുലിമാലൻ ഈ പറഞ്ഞ പോലെ ദുരാചാരത്തിൻ്റെ മൂർത്തിയായിരുന്നു. എന്താ ദുരാചാരൻ? എന്താ മൂപ്പര് ചെയ്യുന്ന പണി? ആളെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അയാളുമായിട്ട് എന്തെങ്കിലും വിരോധമുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല. നിരപരാധികളെ മൂപ്പരുടെ വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊല്ലലാണ്. കൊല്ലണം എന്നുമില്ല, എന്തായാലും ആളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൈവിരൽ മൂപ്പര് ഒരു മാലയാക്കും. അങ്ങനെ അങ്കുലി കൈവിരലുകൾ മൂപ്പര് മുറിച്ചെടുത്ത് അത് കഴുത്തിൽ മാലയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ കണ്ടാൽ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെ ഉണ്ടാവും? ഇയാൾ ആ പ്രദേശത്തുണ്ട് എന്ന് അറിഞ്ഞാൽ ഓടും. അങ്ങനെ ആളാണ് ഈ അങ്കുലിമാലൻ. അന്ന് ബിംബിസാരനായിരുന്നു രാജാവ്. ബിംബിസാരൻ്റെ കാലത്തുള്ള കഥ പറയുന്നതായി. ഇയാൾ വലിയ തലവേദനയായിരുന്നു രാജ്യത്ത്. അവസാനം ഇയാളെ എങ്ങനെയെങ്കിലും കൊന്നിട്ടോ കൊല്ലാതെയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഭടന്മാരെ അയക്കുന്നത്. അവർ ഇയാളെ പിടിക്കാൻ പോണ പോക്കിൽ ബുദ്ധനെ കാണുന്നുണ്ട്. ബുദ്ധൻ്റെ ആശ്രമത്തിൽ ചെന്ന് അനുഗ്രഹം മേടിച്ച് പോവാൻ നിൽക്കുക. അവർ
അപ്പോഴാണ് ബുദ്ധൻ ചോദിക്കുന്നത്, നിങ്ങൾ അയാളെ പിടിക്കാനാണോ പോണതെന്ന്. അപ്പോൾ ഈ അങ്കുലിമാലൻ തോട്ടത്തിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അതിന് കുറച്ച് മുമ്പ്, അതിൻ്റെ തലേന്നോ അതിൻ്റെ 2 ദിവസം മുമ്പ് ബുദ്ധൻ ഇങ്ങനെ പോകുമ്പോൾ അങ്കുലിമാലനെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. നേർക്ക് നേരെ നിന്ന് ഒരാൾ അങ്കുലിമാലിനെ നോക്കുക, ചിരിക്കുക എന്നൊക്കെ പറയുന്നത് സംഭാവ്യമല്ല. തലയ്ക്ക് വെളിവില്ലാത്തവരായിരിക്കണം. തലയ്ക്ക് വെളിവുള്ള ആരും അങ്ങനെ ചെയ്യാറില്ല അങ്കുലിമാലിൻ്റെ ചരിത്രത്തിൽ. പക്ഷേ ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പ്രസന്നചിത്തനായിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അങ്കുലിമാലനോട് സംസാരിക്കുക. അപ്പോൾ അങ്കുലിമാലിന് ആകെ അട്ടി തെറ്റിപ്പോയി. പിന്നെ വളരെ ഒരു തള്ള ആടിൻ്റെ കൂടെ ആട്ടിൻകുട്ടി പോകുന്നത് പോലെ അനുസരണയോടുകൂടി ബുദ്ധൻ്റെ കൂടെ അങ്കുലിമാലൻ വരികയാണ്. അങ്ങനെ അവിടെ ആശ്രമത്തിൽ കഴിയുകയാണ്. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ കാണുന്ന ഒരു ഭ്രാന്തൻ എന്ന് പറയുകയും അതേസമയം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ. നാരായണ ഗുരുദേവൻ അയാളെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. ആൾ പിന്നീട് ദൈവദശകത്തിൻ്റെ പ്രചാരകനായി മാറുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ചില സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന്, ഭഗവാൻ ഗീത പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ ദുർനടപ്പും ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ, അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിലും ഈ എല്ലാം ഈശ്വരനാണ്, ഈശ്വര ചൈതന്യമാണ് എന്നാണല്ലോ. അപ്പോൾ ഉള്ളിൽ ഈ ഒരു സ്പാർക്ക് എപ്പോഴും ഉണ്ടാവും. ധർമ്മമുണ്ട് ഉള്ളിൽ. അപ്പോൾ അതിനോട് സഹവർത്തിത്വത്തിൽ വരുമ്പോൾ അങ്ങനെ അതിനെ പൂർണ്ണമായി നിഷേധിക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജയിലറകളിലൊക്കെ ഇതിനൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ കാണണം. സമൂഹവും കാണണം, അതിൻ്റെ ഭരണകൂടവും കാണണം. അങ്ങനെ അവരെ ആത്യന്തികമായിട്ട് ഇങ്ങനെ ഈ നല്ല നടപ്പ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് ഈ തികച്ചും മനഃശാസ്ത്രപരമായ ഒരു രീതി നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അത് ഇനിയും നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഇവിടെ ഒരു വലിയൊരു എന്താ പറയുക, ചിന്ത തുറന്നു വയ്ക്കുന്നുണ്ട്. ഏറ്റവും കൊടിയ കുറ്റവാളിയാണെങ്കിലും അയാൾ എങ്ങനെയാണ് തിരിയുന്നത്. ഇപ്പം ഭഗവാനിലേക്ക് എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ നമ്മളത് കൃഷ്ണനിലേക്ക്, അതൊരു ഹിന്ദുമതം അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വളരെ വൈകൃതമാർന്ന ഒരു ഭാവം ഉണ്ട് ഇതിന്, മതത്തിനുണ്ട്. നമ്മൾ അതിനെ നിരാകരിച്ചിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ ഗീത പറയുമ്പം അത്തരം വൈകൃതങ്ങളൊന്നുള്ള ഒരു കാലഘട്ടത്തിലല്ല ഗീത തീർച്ചയായിട്ടും ഗീത ഒരു പൊളിച്ചെഴുത്ത് നടത്തുന്നതാണ് ഗീതയിലൂടെ എല്ലാറ്റിനും. അതിനു മുമ്പ് നിലവിലിരുന്ന കാര്യങ്ങളെ മുഴുവൻ ഗീത തുറന്നു കാണിക്കുന്നുണ്ട്. നമ്മൾ 4-ാം അധ്യായത്തിൽ യജ്ഞപ്രകരണത്തിലൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. വ്യാസൻ കൃഷ്ണനിലൂടെ നടത്തുന്നത് മുഴുവൻ വിപ്ലവാത്മകമായിട്ടുള്ള നടപടികളാണ്. എന്താണ് ഈ വിപ്ലവം എന്ന് പറഞ്ഞാൽ? ഈ വിപ്ലവം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനെ വേറെ ഓരോ ചിന്തകൾ ഉണ്ടാവരുത്. ഒരു ചുവന്ന കൊടി എങ്ങനെയാണ് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലിരിക്കുന്ന സംവിധാനക്രമത്തെ പാടെ മാറ്റിമറിച്ച് പുതിയ സംവിധാനക്രമത്തിന് രൂപം കൊടുക്കുന്നതിനാണ് വിപ്ലവം എന്ന് പറയുക. അങ്ങനെ അനേക വിപ്ലവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കാർഷിക വിപ്ലവം എന്ന് പറയില്ലേ, വിദ്യാഭ്യാസ വിപ്ലവം, അങ്ങനെ പല വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്ന സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനത്തിന്, ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയയിലുണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. അതെ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, എല്ലാ രംഗങ്ങളിലും വിപ്ലവകരമായ എന്ന് പറഞ്ഞാൽ ആ പഴയ സംവിധാനത്തിൽ നിന്ന് മാറിയെല്ലാം, നമ്മുടെ ഓട്ടോമൊബൈലാണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാം സകലതും
അപ്പോൾ ആ സംവിധാനക്രമങ്ങൾ മാറി പുതിയ സംവിധാനക്രമങ്ങൾ വരിക. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്, രചനയാണ് ഭഗവത്ഗീത. അപ്പോൾ പഴയതിനെ പൊളിച്ചെഴുതുന്നുണ്ട്. അതാണ് ഈ 4-ാം അധ്യായത്തിലെ യജ്ഞപ്രകരണമൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന പാപയോനികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതെല്ലാം വരും, നമുക്കതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ പാപികളിൽ, ദുരാചാരന്മാരിൽ ഏറ്റവും മൂർത്തിമത്തായിട്ടുള്ളൊരുവനാണെങ്കിൽ പോലും അവൻ്റെ ഒരു തിരിയൽ, ആ തിരിയലിന് സ്കോപ്പുണ്ട്. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ സാധുരേവ സമന്തവ്യ, പിന്നെ അവനെ നിങ്ങൾ പഴയ ആളായിട്ട് കാണരുത്, ആൾ മാറി എന്ന് പറയാം. ഇതാണ് ഗീത എന്നല്ല. ഇപ്പോൾ ഭഗവാൻ ആളെ കൊല്ലുന്ന ഒരു പരിപാടിയുള്ള ആളാണ്. മൂപ്പരുടെ ഏറ്റവും വിനോദമാണത്, ആളെ കൊല്ലുക. എന്താ ആളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ? ആളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആളെ ഇല്ലാതെയാക്കുക, എന്നിട്ട് പുതിയൊരാൾക്ക് ജന്മം കൊടുക്കുക. അങ്ങനെയാണ്. ഈ ശരീരത്തെ ഉന്മൂലനം ചെയ്യലല്ല. കഥയിൽ വരുമ്പോൾ അങ്ങനെയാണ്. ആ പഴയ അസുരനാണ്. അസുരനിഗ്രഹമാണ് ഭഗവാന്റെ ജോലി. അസുരൻ എന്ന് പറഞ്ഞാൽ എന്താ? അസുപ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ അതിൽ രമിക്കുക എന്നുള്ളതാണ്. ആ രമിക്കുന്ന ഏർപ്പാടിനെ ഇല്ലാതെയാക്കും. അപ്പം ആൾ മാറും, പുതിയൊരു കാഴ്ചപ്പാടുള്ള ഒരാളാവും. അങ്ങനെയാണ് പഴയ ആൾ മാറി പുതിയ ആൾ വരുന്നത്. അതാ പഴയ ആളുടെ കൊല്ലലാണ്. അത് നടത്തുന്ന ആളാണ് കൃഷ്ണൻ. അതാണ് പലപ്പോഴും ആ കഥയിൽ ആ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരം ജനിക്കുന്നത്, എന്നിട്ട് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടത് പോകുന്നത്. നമ്മുടെ ചിന്മയാൻ സ്വാമികളുടെ സ്ഥിതി അതാണ്. അങ്ങനെ പലരും. സ്വാമിജി ആദ്യം സന്യാസിമാരെയൊക്കെ നിശിതമായി വിമർശിച്ച ഒരാളാണ്. ഇവർ ഈ നാടിൻ്റെ ശാപമാണെന്ന് കരുതിയ ആളാണ് ബാലകൃഷ്ണ മേനോൻ എന്ന പേരിൽ നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത്. ആ സ്വാമിജിയാണ് ഒരു വെള്ളിയാഴ്ച പോണത് ഋഷികേശിലേക്ക്, ഡൽഹിയിൽ നിന്ന്. എന്തിനാ? ഖണ്ഡശി എഴുതാൻ ഇവരെക്കുറിച്ച്. സ്വാമിജി പറഞ്ഞു, പിന്നെ എനിക്ക് ആ തിങ്കളാഴ്ച വന്ന് എഴുതാമെന്നാണ്. പിന്നെ തിങ്കളാഴ്ച കിട്ടിയിട്ടില്ല എന്നാണ്. ശിവാനന്ദ സ്വാമികളെ മീറ്റ് ചെയ്തു, സംസാരം തുടങ്ങി. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്, താൻ ധരിച്ചതല്ല എന്ന്. അപ്പോൾ ബാലകൃഷ്ണ മേനോൻ മരിക്കുകയാണ്. പിന്നെ ജനിക്കുന്നത് ചിന്മയാനന്ദനാണ്, സ്വാമി ചിന്മയാനന്ദ സരസ്വതിയാണ്. പിന്നീട് ശിവാനന്ദ സ്വാമികൾ സജസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ട് തപോവൻ സ്വാമികളുടെ അടുത്തേക്ക്. അങ്ങനെയാണ് അവിടെ ഉത്തരകാശിയിൽ, ഗംഗോത്രിയിലും ഉത്തരകാശിയിലുമായിട്ട് സ്വാമിജിയുടെ പിന്നീടുള്ള പഠനകാലം നടക്കുന്നത്. ഇതൊക്കെ രേഖകളാണ്, ചരിത്രമാണ്. സ്വാമിജി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കാഴ്ചപ്പാട് മാറുന്നതിന് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഇപ്പോൾ ലാവോത്സുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കരിയില വീഴുന്നതാണ് അദ്ദേഹത്തിൽ മാറ്റങ്ങളുണ്ടാക്കിയത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്വപ്നമായിരിക്കാം, ഒരു സിനിമയായിരിക്കാം, ഒരു പുസ്തകമായിരിക്കാം, എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അതുകൊണ്ട് ഇവൻ ആജീവനാന്ത ദുരാചാരിയാണ്, അങ്ങനെ വിധി എഴുതിക്കൂടാ എന്നാണ്. ഇതൊരു സമൂഹത്തിന് നൽകുന്ന വളരെ ഉദാത്തമായ ഒന്നാണ്. അതുകൊണ്ട് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ അങ്ങനെ പറയുന്നു. എന്താണ്? അഭിചേത് സുദുരാചാരഃ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. അവനെ ശ്രേഷ്ഠനായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. തുടർന്ന് ഭഗവാൻ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളത് തുടർന്ന് പറയുന്നു. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭഗവാൻ ഒരു വാറണ്ടി കൊടുക്കുകയാണ്. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന്. ഇത് പ്രതിജ്ഞയാണ് അർജുന എന്ന. എന്താണ്? ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി ഹേ കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി.
ക്ഷിപ്രം ധർമാത്മാ ഭവതി. ധർമാത്മാവാകുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെടി കുഴിച്ചിട്ട് ഇങ്ങനെ മുള വന്ന് പിന്നെ അതിങ്ങനെ പതുക്കെ 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 അങ്ങനെ ഒരുപാട് സമയമെടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ക്ഷിപ്രം, ഒരു നിമിഷം കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ധർമാത്മാവായി ഭവിക്കുന്നത് ക്ഷണിക നേരം, ഒരു ക്ഷണമാത്രയിലാണ്. എന്നിട്ടോ ശശ്വത് ശാന്തിം നിഗച്ഛതി. ആ ശാശ്വതമായ നിത്യമായ ശാന്തിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹേ അർജുന, അല്ലെ ഹേ കൗന്ദേയ, മേ ഭക്ത ന പ്രണശ്യതി. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് പ്രതിജാനീഹി. ഇതെൻ്റെ ഒരു പ്രതിജ്ഞയാണ്, ഇതെൻ്റെ ഒരു നിശ്ചയമാണ്. അതുകൊണ്ട് എൻ്റെ ഭക്തന് നാശമില്ല. എൻ്റെ ഭക്തന് നാശമില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉടനെ കുറേ ഭക്തന്മാർ നശിക്കുന്നുണ്ടല്ലോ എന്ന്. ആരാവർ? നിങ്ങൾ ഓരോരുത്തരും ഒരു ഫ്രെയിമിനകത്താക്കിയതാണ് ഭക്തന്മാരെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ മാനദണ്ഡം? അയാൾ രാവിലെ കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, നെറ്റിയിൽ കുറിയൊക്കെ ചാർത്തി നാരായണ നാരായണയൊക്കെ ജപിച്ച് അതിൽ ഇതിലൊക്കെ നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഉത്സവങ്ങളിലും കണ്ടിട്ടുണ്ട്. ശബരിമലയ്ക്ക് വ്രതമൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇയാൾ നശിച്ചു പോയി എന്നും നിങ്ങൾ പറയുന്നുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോരോ എന്താ പറയുക ഭക്തന്മാരെ. നിങ്ങൾ ഇവിടെ നമ്മുടെ വൈകുന്നേരം ചാനൽ ചർച്ചയിൽ ഇരുന്ന കുറച്ച് ജഡ്ജിമാർ പറയുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവനൊക്കെ ഭക്തനാണ്, ഇന്നവൻ ഭക്തനല്ല എന്ന്. ആരാണ് ഭക്തൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബോധ്യം വരും. എൻ്റെ ഭക്തന് നാശമില്ല എന്ന് എന്നുള്ളത് എൻ്റെ പ്രതിജ്ഞ കൂടിയാണ്. അത് നീ അറിയൂ. അപ്പോൾ ഏത് നിലയിലാണ് നാശമില്ല എന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉത്കർഷം അത് ഇത് എന്നൊക്കെ പറയുന്നത് എന്താ? വളരെ പ്രധാനമാണ്. നമ്മളൊരു മനുഷ്യൻ്റെ ഏറ്റവും സുഖകരമായത് എന്ന് എണ്ണുന്നത് സന്തോഷവാനാണ്, അല്ലെങ്കിൽ അയാളൊക്കെ വളരെ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് വീടുണ്ട്, സാമാന്യം നല്ല വീടുണ്ട്, കാറുണ്ട്, 2-3 എണ്ണമുണ്ട്, കുട്ടികളൊക്കെ നല്ല നിലയിലാണ് എന്ന് പറയുന്ന വിദേശത്തൊക്കെ പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സമ്പത്ത്. അത്യാവശ്യം നാട്ടിൽ വലിയ എന്താ പറയുക പേരും പെരുമയൊക്കെ ഉണ്ട്. അയാളൊക്കെ ഭാഗ്യവാൻ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ആൾ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണോ? നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അവരൊക്കെ എത്രയാ ഭഗവാന് കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് ദരിദ്രവാസിക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവനോടും ഭഗവാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താ? നമ്മൾ കണ്ടതാ. പത്രം, പുഷ്പം, ഫലം, തോയം. ഇതിന് വല്ല ചെലവുള്ളതാണോ? ഒരല്പം ജലം, ഒരു പൂ, ഒരു പഴം, എന്തെങ്കിലും ഒരു കായ, ഒരു ഇല, ഇതിന് വലിയ ചിലവുണ്ടോ? കിരീടം വെക്കണമെന്നോ, ആനയെ നടക്കിയിരുത്തണമെന്നോ, കൊടിമരം സ്വർണം പൂശണമെന്നോ, എന്തെങ്കിലും സ്വർണ്ണ പ്രശ്നം നടത്തണമെന്നോ, തുലാഭാരം നടത്തണമെന്നോ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ രേഖാമൂലം? എവിടെയെങ്കിലും ധർമ്മശാസ്ത്രത്തിൽ ഇല്ല. ബാക്കിയെല്ലാം തട്ടിപ്പാണ്. ഇങ്ങനെ ധർമ്മശാസ്ത്രത്തിൽ തന്നെ ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെട്ടതുണ്ട്. ഇത് ഈ ധനാഢ്യന്മാർ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ രസം. എന്നിട്ട് നമ്മൾ ഇവരെയൊക്കെയാണ്, കുറേ ആൾക്കാരെയാണ് നമ്മൾ ഭക്തന്മാരായിട്ട് എണ്ണുന്നത്. അതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണ്, നമ്മുടെ അറിവിൽ നിന്ന്. അതൊക്കെ ഭക്തിയുടെ മാനദണ്ഡവും നമ്മുടെ അളവ് പോലൊക്കെ വേറെയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല എന്ന് പറയുന്നത്, ഭക്തൻ അങ്ങനെ ഞാൻ നശിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ
പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമേ ഭക്ത പ്രണശ്യതി. തുടർന്നു മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേബി, ഏറ്റവും വിവാദപരമായിട്ടുള്ള ശ്ലോകം. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേബി സ്യുഃ പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാ തേബി യാന്തി പരാം ഗതിം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവത്ഗീത ഒരു പൊളിച്ചെഴുത്ത് നടത്തിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. എന്താണ് ഭഗവത്ഗീത? ഭഗവത്ഗീത എല്ലാറ്റിനെയും സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് സർവശാസ്ത്ര സംഗ്രഹഭൂതം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത് ഈ ശ്ലോകത്തിൽ? മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേബി സ്യുഃ പാപയോനയഃ സ്ത്രിയഃ വൈശ്യാ തഥാ ശൂദ്രഃ തേപി യാന്തി പരാം ഗതിം. ഹേ അർജുന, സ്ത്രിയഃ വൈശ്യാഃ ശൂദ്രാഃ, സ്ത്രീകൾ, വൈശ്യന്മാർ, ശൂദ്രന്മാർ. വർണ്ണാശ്രമത്തിൽ ബ്രാഹ്മണരെക്കുറിച്ചും ക്ഷത്രിയരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ രണ്ട് ശൂദ്രരെയും വൈശ്യരെയും. പിന്നെയോ സ്ത്രീകൾ. സ്ത്രിയഃ വൈശ്യാഃ ശൂദ്രാഃ തഥാ പാപയോനയഃ. അപ്രകാരം പാപയോനികളായിട്ടുള്ള യേപി ആരൊക്കെയുണ്ടോ, തേപി അവരും, മാം വ്യപാശ്രിത്യ എന്നെ ആശ്രയിച്ചിട്ട്, പരം ഗതിം യാതി പരമമായ ഗതിയെ പ്രാപിക്കും. അപ്പം ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ വ്യാസർ കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ എല്ലാവർക്കും ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുക. ആർക്കൊക്കെ? എല്ലാവർക്കും. നേരത്തെ പാപികളിൽ പാപി എന്ന് പറഞ്ഞു. ഇവിടെ എന്തിനാ ഇതിപ്പോൾ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്? എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരോടാ സംസാരിക്കുന്നത്? അർജുനനോടാണ്. അർജുനൻ 1-ാം അധ്യായത്തിൽ അർജുനൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അതിലൊരക്ഷരം മിണ്ടിയിട്ടില്ല. അർജുനൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ്റെ ചോദ്യങ്ങളല്ല, അർജുനൻ്റെ അഭിപ്രായങ്ങൾ, അർജുനൻ്റെ ഉറച്ച ബോധ്യം പറഞ്ഞിട്ടുണ്ട്. ആ അർജുനൻ്റെ ഉറച്ച ബോധ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഭഗവത്ഗീത സംഭവിക്കുന്നതിന് മുമ്പുള്ള ഇവിടത്തെ ഒരു നാട്ടുനടപ്പായിരുന്നു അന്നത്തെ വിശ്വാസ പ്രമാണങ്ങളൊക്കെയാണത്. എന്താണ് അർജുനനത്? കാരണം നമ്മൾ ഭഗവത്ഗീത ധ്യാന ശ്ലോകം മുതൽ മനനം ചെയ്തു വരികയാണ്. ഇന്നൊരു ശ്ലോകം എടുത്തിട്ടല്ലല്ലോ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇത് ആദ്യം മുതൽ കേട്ടിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇടയിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ ആദ്യം മുതൽ കേൾക്കണം. അപ്പോൾ അത് നിങ്ങൾക്കിത് പൂർണ്ണമായി ഗ്രഹിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പിറകിൽ നിന്ന് മുതൽ കേൾക്കണം. അപ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ 1-ാം അധ്യായത്തിൽ അർജുന വിഷാദ യോഗത്തിൽ 40-41 ശ്ലോകങ്ങൾ, ശ്ലോക സംഖ്യ, അർജുനൻ്റെ നിലപാട് പറയുന്നുണ്ട്. അർജുനൻ സംശയമായി ചോദിക്കുന്നതല്ലേ? നിങ്ങൾക്കത് ഗീത നോക്കിയാൽ മനസ്സിലാവും. അർജുനൻ്റെ നിലപാടിന് ഭഗവാൻ ഉത്തരമൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഭഗവാൻ അർജുനൻ്റെ ആ നിലപാടിനൊരു ഉത്തരവും കൂടെ പറയുക.
1-ാം അധ്യായം അർജുനൻ തുരുതുരായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ ഈ പറഞ്ഞ് പിന്നീട് വരുന്ന 17 അധ്യായങ്ങളിൽ ഒന്നൊഴിയാതെ എല്ലാറ്റിനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗീത പഠിച്ച സമയത്ത് നമുക്ക് ആശ്രമത്തിൽ നിന്ന് ഇത് പഠിച്ചു കഴിയുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വാമിജി എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ മാറി മാറി റെഫറൻസ് പറഞ്ഞ് അതിങ്ങനെ പറയുമ്പോഴും ഒക്കെ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്, കാരണം നമ്മൾ ഈ ചിന്മയ മിഷനിൽ ചിന്മയ യുവകേന്ദ്രയിലൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ചിന്മയ മിഷനിലേക്ക് ഇത് പഠിക്കണം, കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് വരുന്നത്. അപ്പോൾ പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് ഇങ്ങനെ ഓടി നടക്കാറുണ്ട്. ഒരു സ്ഥലത്ത് ഇന്ന ചാപ്റ്ററാണെങ്കിൽ പാലക്കാട് 3-ാം അധ്യായം നടക്കുന്നു. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് ഉണ്ടാവും 12-ാം അധ്യായം, പിന്നെ തിരുവനന്തപുരത്ത് ഇവിടെ ഉണ്ടാവും 6-ാം അധ്യായം. ഇങ്ങനെ ക്രമത്തിലൊന്നുമല്ല, പല പല അധ്യായങ്ങളായിട്ട് പലയിടത്ത്. എറണാകുളത്തുണ്ടാവും 15-ാം അധ്യായം. അപ്പം ഇങ്ങനെ പല ആചാര്യന്മാരിൽ നിന്ന് ഒരേ ആചാര്യന്മാർ പറയുന്ന പല അധ്യായങ്ങളും ഇതൊക്കെ കേൾക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, അപ്പോൾ ഈ ആചാര്യന്മാർ ഒരു റെഫറൻസ് പോലെ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ അല്ലേ, 1-ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നത്, 1-ാം അധ്യായം ഒരു ജ്ഞാനയജ്ഞമായിട്ട് നമ്മൾ ആരും എടുക്കുന്നത് കേട്ടിട്ടില്ല, ആരും തന്നെ. 2-ാം അധ്യായം 2 മുതലേ ഗീതാജ്ഞാന യജ്ഞങ്ങളായിട്ട് കേട്ടിട്ടുള്ളൂ. പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിത് പഠിച്ച് പുറത്തിറങ്ങി ഇത് പഠിക്കുന്ന സമയത്തും നമുക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഗീത പഠിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം ഇതിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് മുഴുവൻ പഠിച്ചെടുക്കണം എന്നുള്ളൊരു നിശ്ചയത്തിൽ നിന്നാണ് ഈ ആശ്രമത്തിൽ ചേരുന്നത് തന്നെ. അതുകൊണ്ടത് സാധിച്ചു. പിന്നെ നമ്മുടെ ചിന്ത ഉണ്ടായത്, നമ്മളെപ്പോലെ ഇപ്പോൾ ജീവിതം 3 വർഷമൊക്കെ ഇതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് ഇത് പഠിക്കാൻ പറ്റുമോ? അതൊന്നും എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ എല്ലാവരും ഇത് അറിയേണ്ടതല്ലേ? ഇപ്പം ജീവിതം മുഴുവൻ ഈ ആശ്രമത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ എന്നുള്ളൊരു ഷാഠ്യമൊക്കെ നമ്മൾ വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഒരു ഗീത 18 അധ്യായം തുടർച്ചയായിട്ട് ഒരു സ്ഥലത്ത് പറയുക, താല്പര്യമുള്ളവർ വരട്ടെ, കേൾക്കട്ടെ എന്ന ചിന്ത ഉണ്ടായി ആദ്യമായിട്ട്. അങ്ങനെയാണ് ഇത് തിരുവനന്തപുരത്ത് 108 ദിവസം നടന്നത്. അപ്പോൾ അത് നടക്കുമ്പോൾ തന്നെ ഇത് റെക്കോർഡ് ചെയ്യണം. അന്ന് ആ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് എല്ലായിടത്തും ഒറ്റ അടിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടി വലിയ വലിയ ചാനലുകളായിരുന്നു. അന്ന് ഇന്നത്തെ പോലത്തെ എല്ലാ ചാനലുകളും ഇല്ല. അന്ന് ACV ഉണ്ടായിരുന്നു. ആ ACVക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്ഷേപണം ഇതൊന്നും ഇല്ലായിരുന്നു 2003. പക്ഷെ അവരത് കാണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവരെ കാസറ്റുകളാണെന്ന് റെക്കോർഡ് ചെയ്ത കാസറ്റ് ഈ പറഞ്ഞ ACVയുടെ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ അയക്കും. കൊറിയർ ചെയ്ത് അതിങ്ങനെ ഒരു സമയം നിശ്ചയിച്ച് വൈകുന്നേരം 6:30 മണി നിശ്ചയിച്ചിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ അവരുടെ കണക്ഷനുള്ള സ്ഥലങ്ങളിലൊക്കെ അത് സംപ്രേഷണം ചെയ്തിരുന്നു. അത് വലിയ വിജയമായിരുന്നു CVയിൽ. അത് അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞം എന്നുള്ള പേരിൽ. പിന്നത്തേതാണ് 2005 നടന്നപ്പം നമ്മൾ ദൂരദർശനിൽ അത് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ മനസ്സിലെന്താണ്, ഇതിപ്പോൾ യജ്ഞശാലയിൽ ഒരിടത്ത് വന്നിരുന്ന് കേൾക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് പല മതത്തിൽപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, സ്ത്രീകളുണ്ട്, അവരുടെ ഒരു സൗകര്യത്തിൽ അവരുടേതായിട്ടുള്ളൊരു രീതിയിൽ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി എങ്ങനെ വേണമെങ്കിലും അവരുടെ വീട്ടിൽ സ്വീകരണ മുറിയിലേക്ക് നമുക്കിത് പറയാൻ സാധിച്ചാൽ അവരുടെ വീട്ടിൽ പോയി ഇത് പറയുക. ചിന്മയാൻ സ്വാമികൾ ഗർ ഗർ ഗീത എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ സാങ്കേതിക വിദ്യ വികസിച്ച സമയത്ത് ഗർ ഗർ ഗീത, വീടുകൾ തോറും ഗീത, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിക്കൂടാ? അത് വലിയ വിജയമായി. അപ്പം എന്താണ്,
അവരൊന്നും നമ്മളെടുത്ത് നേരിട്ട് വന്ന് കേൾക്കല്ലോ. ഈ പ്രഭാഷണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ, ഫോണിൽ, ദൂരദർശനിൽ നടക്കുന്ന സമയത്ത് അതില്ലായിരുന്നു. ഇപ്പം നോക്കൂ, കാറിലിരുന്ന് രാവിലെ ഇത് കേൾക്കുന്നവരുണ്ട്. എവിടെയൊക്കെ? അമേരിക്കയിലിരുന്ന്, കാനഡയിലിരുന്ന്, ഓസ്ട്രേലിയയിലിരുന്ന്, ഗൾഫ് മേഖലയിലിരുന്ന്, വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ രാവിലെ പാചകം ചെയ്തുകൊണ്ട്, ബസ്സിലിരുന്ന്, ട്രെയിനിലിരുന്ന് ഒക്കെ കേൾക്കുന്നു. അപ്പം എന്താ ഇതിൻ്റെ സാധ്യത? ഇങ്ങനെയൊക്കെ നമുക്ക് സൗകര്യമുണ്ടല്ലോ, എന്തുകൊണ്ട് ഇതിനെ ഉപയോഗിച്ചുകൂടാ? അങ്ങനെയാ. ഇപ്പോൾ നമ്മളിത് തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് അവസാനിപ്പിക്കണമെന്ന്. ഗീത അവസാനിക്കുമ്പം ഇത് അവസാനിക്കും. അങ്ങനെയാ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഇത് പൂർണ്ണമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതൊരു 701 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. അത് പരസ്പര പൂരകമാണ്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. നമുക്കിത് തുടങ്ങാൻ അങ്ങനെ ആളുകളെ ബോധിപ്പിക്കണം എന്ന് ബോധിപ്പിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കണം എന്ന് തോന്നിയ ഒരാളാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ചിന്ത പലർക്കും ഇതുപോലെ ഉണ്ടാകാം. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോടിത് പറയുന്നത്. എന്താ പറയണത്? ഇതൊരു ചാക്കരി ഇങ്ങനെ എടുക്കുന്നത് പോലെ, ഒരു ചെറിയ പീസ് ഒരു 2 അരിമണി എടുത്ത് കടിച്ചു നോക്കുന്നത് പോലെ 2 ശ്ലോകങ്ങളെടുത്ത് തെറി പറയാനുള്ളതല്ല. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഇത് പരസ്പര പൂരകമാണ്. 1-ാം അധ്യായത്തിൽ അർജുനൻ്റെ ഉറച്ച ബോധ്യം അവതരിപ്പിക്കുന്നുണ്ട്. അത് 40-41 ശ്ലോകങ്ങളിലാണ് 1-ാം അധ്യായത്തിൽ. എന്താണത്? അർജുനൻ പറയുന്നു, കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഹ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ ദോഷൈരേതേ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമ്മ ശാശ്വതാഃ. അർജുനൻ കാണുന്ന ശാശ്വതമായതെന്ന് കാണുന്ന കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും ഒക്കെയുണ്ട്. അവിടെ അർജുനൻ പറയുന്നത്, വർണ്ണസങ്കരമുണ്ടായാൽ സ്ത്രീകൾ ദുഷിക്കും. സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാൽ അവരുടെ സന്തതികൾ ഇതുപോലെ സങ്കരവർഗം എന്താ ആയിരിക്കും, വർണ്ണസങ്കരത്തിലുണ്ടാവുന്ന സന്തതികളാണ്. അപ്പം അവർ ഈ പറഞ്ഞ കർമ്മങ്ങളൊന്നും ചെയ്താൽ അതിനൊന്നും ഫലം ഉണ്ടാവില്ല. ഏത് കർമ്മത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ അർജുനൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ മരണാനന്തര കർമ്മം ചെയ്താൽ തന്നെ, പിണ്ടം വെച്ചാൽ തന്നെ, ആ ഉദകക്രിയ ചെയ്യാൻ തന്നെ ഇവർ യോഗ്യരല്ല. അതുകൊണ്ട് ഇവരൊക്കെ നരകത്തിൽ പതിക്കും. ആര്? പിതൃക്കൾ. ഇവർക്ക് ഫുഡ് കിട്ടാതെ. ഇങ്ങനെയുള്ളതൊക്കെയാണ് അർജുനൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീകൾ ദുഷിക്കുന്ന കാര്യം പറയുന്നുണ്ട്. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ. ചുരുക്കി പറഞ്ഞാൽ അർജുനൻ ഇത് പറയുന്നപ്പോൾ ഇത് അർജുനൻ്റെ ബോധ്യവും വിശ്വാസവും ഒക്കെ ഇന്നും അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് കേരളത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു? സ്ത്രീകൾ അമ്പലത്തിൽ പോയാൽ, പ്രത്യേകിച്ച് ശബരിമലയിൽ പോയാൽ എന്തോ സംഭവിക്കുന്നു? ഇതിലും വലിയ മണ്ടത്തരം ഉണ്ടോ?
ഇതിലും വലിയ ബ്ലണ്ടർ ഉണ്ടോ? നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും നമ്മളോട് ചിലർ പറയും, സ്വാമിയുടെ ഈ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷേ സ്വാമി ഈ ശബരിമലയുടെ കാര്യത്തിൽ അങ്ങനെ പറയരുത് സ്വാമി, അത് നമ്മുടെയൊക്കെ ഒരു വിശ്വാസമല്ലേ, അങ്ങനെയല്ലേ? നിങ്ങളുടെ മണ്ടൻ വിശ്വാസം നമ്മളെന്തിന് ഏറ്റെടുക്കണം? നമുക്കുറച്ച ബോധ്യമുള്ള സനാതന ധർമ്മത്തിലെ നല്ല തികഞ്ഞ ബോധ്യത്തെ നമ്മൾ പറയും. അതിന് നിങ്ങൾക്ക് നമ്മളോട് എന്ത് ശത്രുത ഉണ്ടായിട്ടോ നിങ്ങൾ നമ്മളെ വെറുത്തിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്, നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അമ്പേ മണ്ടൻ ഫിലോസഫിയാണ്. അതിന് ചില എന്താ പറയുക വിവരദോഷികൾ കൂട്ടിനും ഉണ്ടാവും. അവർക്ക് 10 പൈസയുടെ ഈ ധർമ്മശാസ്ത്ര ബോധമൊന്നും ഉള്ളവരല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ഇതിലുണ്ടല്ലോ, എപ്പോഴും ഇല്ലേ? ഇപ്പോൾ ഇല്ലേ അങ്ങനെ റെഡി ടു വെയിറ്റ് എന്ന് പറയുന്ന കുറേ വിദ്വാന്മാർ, വിദുഷികൾ. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിൽ അർജുനൻ പറയുന്ന അന്നത്തെ അവസ്ഥ എന്താ? അപ്പം സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ ഇവരൊന്നും തന്നെ സത്യസാക്ഷാത്കാരത്തിന്, ഈശ്വരനെ അനുഭവിക്കുക എന്ന മോക്ഷത്തിന് ഇവരൊന്നും ഒരു തരത്തിലും യോഗ്യരല്ല എന്നത് ഒരു ഉറച്ച വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് പാപം ചെയ്തവൻ, പാപി എന്ന നിലയിൽ ഇപ്പോൾ വല്ല പശുവിനെ കൊല്ലുക അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ ബ്രഹ്മഹത്യാ പാപത്തിൻ്റെ പാപം തീണ്ടിയവനാണ്. അതെങ്ങനെയായാലും വേണ്ടില്ല, അവൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ഒരു പശു തട്ടിപ്പോയാലും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ, ഇനി പാപയോനയഹ എന്ന് പറഞ്ഞിട്ട്, പാപയോനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെ പാപികളായിട്ടുള്ളവർ, കർമ്മം കൊണ്ടല്ലേ. കർമ്മം കൊണ്ട് പാപിയാവുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നവനുണ്ട്, അത് വേറെ അക്കാലത്ത്. അപ്പം ഗീത ഭഗവാന്റെ വാക്കുകളിലൂടെ വ്യാസർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ പാടെ നിരാകരിക്കുകയും നിഷേധിക്കുകയുമാണ്. അല്ലാതെ ഗീത ഇത് പുതിയത് ഇങ്ങനെ ഒരു തോന്നിയാസം പറയല്ലേ ചെയ്തത്. അത് മനസ്സിലാവാത്തതിന് എന്ത് ചെയ്യാനാ? ഓരോ വിദ്വാന്മാരുണ്ട് വെച്ചിങ്ങനെ കീച്ചുകയാണ്, മര്യാദയ്ക്ക് ശ്ലോകം പോലും ചൊല്ലാൻ അറിയാതെ. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇത് എങ്ങനെയാണ് അന്വയിപ്പിക്കേണ്ടതെന്ന് പോലും അറിയാതെ അടിച്ചു വിടുകയാണ്. യുവാക്കളോടൊക്കെ പറയാം, നിങ്ങൾക്കറിയോ സ്ത്രീകളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് പറയുന്ന ഗ്രന്ഥം ഏതാണെന്ന്? ഇവൻ വൈകുന്നേരം ഇരുന്ന് എല്ലാ ഗീർവാണും അടിക്കുന്നതാ. ഓരോ മണിക്കൂർ വീതം ഓരോ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗീർവാണം തള്ളിവിടും, കൂട്ടത്തിൽ ഇതും. ഇവിടുത്തെ കുറച്ച് കേരളത്തിലെ യുക്തിയില്ലാത്ത കുറച്ച് യുക്തിവാദികളുണ്ട്, ആ ഗണത്തിൽ പെടുന്നതാ. എന്തെങ്കിലും യുക്തി വേണ്ടേ? എന്നാൽ ഈ ശ്ലോകം ഉദ്ധരിക്കുന്ന കുറച്ച് മുമ്പുള്ള ശ്ലോകമല്ലേ അഭിചേത് സുദുരാചാരഹ എന്നുള്ളത്? ആ ഒറ്റ ശ്ലോകം കൊണ്ട് തീർന്നില്ലേ എല്ലാ കാര്യവും? അപ്പം എന്താണ്? ഗീത ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയാണ്. അന്ന് ഗീത പറയുന്ന ആ സമയത്ത് സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ ഇവർക്കൊക്കെ ഇത് നിഷിദ്ധമാണ്. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് കേരളത്തിലിരുന്ന് പറയുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകാൻ പാടില്ല, അവർക്ക് ആർത്തവമുള്ളത് കൊണ്ട് എന്ന് പറയുന്ന ഹിമാലയൻ ബ്ലണ്ടർ. ആർത്തവത്തെ നിരാകരിക്കുന്നവൻ നരകത്തിൽ പോകുമെന്ന് ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നു യോനി സൂത്രയിൽ. ആർത്തവത്തെ പവിത്രമായി കാണണം, പവിത്രമായി കാണുന്നു, പവിത്രമായി എണ്ണുന്നു. കാമാഖ്യ ക്ഷേത്രം തന്നെ അങ്ങനെയാണ്, യോനിയാണ് അവിടെ പ്രതിഷ്ഠ. ശബരിമലയിൽ പോവാതിരുന്നിരുന്നത് എന്തുകൊണ്ടാണ്? കാട് പ്രദേശമാണ്, അവിടെ സ്ത്രീകൾക്ക് പോയാൽ ബുദ്ധിമുട്ടൊക്കെയാണ്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം പോകുന്നൊക്കെ പറയുന്ന എന്ത് മണ്ടത്തരാണ് അതൊക്കെ. എന്താ കുറേ സീരിയലുകളും സിനിമകൾക്കും ഒക്കെ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മാളികപ്പുറത്തിൻ്റെ
ബ്രഹ്മചര്യം അതും ഇതും എന്നൊക്കെ പറഞ്ഞ ഓരോ ഒക്കെ പൈങ്കിളി മസാല കഥകളാണ്. ഒന്നും സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതല്ല. അതൊക്കെ വെറും പൈങ്കിളി സാഹിത്യങ്ങളാണ്. അതിന് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഭഗവത്ഗീത നോക്കൂ, പറയുന്നത് എന്താ? അന്നത്തെ ഇതേപോലത്തെ കുറേ ആചാരവാദികൾ, ഈ ഒരു ആചാര സംരക്ഷകനാണ് അർജുനനും. ഈ അർജുനനാകുന്ന ആചാര സംരക്ഷകൻ എന്താ പറഞ്ഞത്? കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഹ. സനാതനധർമ്മം എന്ന് അർജുനൻ പറയുന്നത് കുലധർമ്മമാണ്. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, തന്ത്രിയുടെ വാക്കാണ് എന്തോ വലുത് എന്ന് പറയുന്നത്. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു ആർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ സങ്കരോ നരകായൈവ കുലഘ്നാനാം പതന്തി ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ. നിങ്ങൾ 1-ാം അധ്യായം ഒന്നുകൂടെ കേട്ടോളൂ. നമ്മളത് കൂടുതൽ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. അവിടെ നമ്മൾ വിസ്തരിച്ച് ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഉത്തരം പറയുന്നില്ല. കാരണം ഇത് തുടർച്ചയായിട്ട് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ. ഇതാ ഇവിടെ ഭഗവാൻ ഉത്തരം പറയും. എന്താണ് ഉത്തരം പറയുന്നത്? ആരോ ആവട്ടെ, ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും, മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേ വിസ്യുപാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്ര തേബി യാന്തി പരാംഗതി. സാക്ഷാത്കാരം, മോക്ഷം, ഈശ്വരനെ അറിയുക എന്ന പ്രക്രിയയിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല. എന്നാൽ മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ട് ആ മാറ്റി നിർത്തിയിരുന്നതിനെ മുഴുവൻ പൊളിച്ചെഴുതുകയാണ് എന്ത്? ഭഗവത്ഗീത. ഭഗവത്ഗീതയിലൂടെ വ്യാസർ നടത്തിയിട്ടുള്ളത് അത് ഭഗവാനെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ്. അപ്പം സ്ത്രീകൾ ഇന്നും അങ്ങനെയാണല്ലോ. ഒരാൾക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ കുട്ടി എന്ന് ചോദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ എന്താ? പെൺകുട്ടിയാ? അതെ, ഓ എന്താ പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ ഇത്ര അത് ആൺകുട്ടി? എന്ത് ഇപ്പോഴൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നീ ഒരു പെണ്ണല്ലേ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടല്ലോ. അത് ഈ ഗീതയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിനെ വിമർശിക്കുന്ന വിദ്വാന്മാർക്കും സ്ത്രീകളോട് എന്ത് മര്യാദയുള്ളത്, എന്ത് ബഹുമാനമുള്ളത്? ഒരു ബഹുമാനവും ഇല്ല. എന്നിട്ട് ഗീതയിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. ഇവർ സഹപ്രവർത്തകരോട് പോലും മര്യാദയിൽ പെരുമാറുന്നവരല്ല, സ്ത്രീകളായിട്ടുള്ള സഹപ്രവർത്തകയോട്. എന്നിട്ട് ഗീത എടുത്തു വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യുക. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് സ്ത്രീകളോട് മര്യാദയിൽ പെരുമാറൂ. അതാണ് ഗീത പഠിപ്പിച്ചു തരുന്നത്. അതിനെ വിമർശിക്കാൻ വരട്ടെ, ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കൂ. ഗീത അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. അതാണ് മഹത്തരമായിട്ടുള്ളത്. തുടർന്ന് കിം പുനർ ബ്രാഹ്മണാ പുണ്യ ഭക്താരാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. പിന്നെ പറയാനുണ്ടോയെന്ന് ചോദിക്കുക. പുണ്യ ബ്രാഹ്മണ തഥാ ഭക്ത രാജർഷയ കിം പുനഃ. അപ്പോൾ പുണ്യം ചെയ്തിട്ടുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ സത്യാന്വേഷകരായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഭക്തന്മാർ, രാജർഷികൾ, ഇവരെക്കുറിച്ചൊക്കെ കിംപുന എല്ലാവരും ഇതിന് അധികാരികളാണെന്ന് പറയാം. അനിത്യം അസുഖം ലോകം. ഈ നിത്യമല്ലാത്ത അനിത്യമായിട്ടുള്ള ക്ഷണികമായിട്ടുള്ള ഈ ലോകം ക്ഷണികമാണ് എന്നറിഞ്ഞ് എന്താണ്? മാം ഭജസ്വ, എന്നെ ഭജിക്കൂ. നിത്യനായിട്ടുള്ള ഞാനുണ്ട്. ബാക്കിയെല്ലാം എന്താണ്? ഇതെല്ലാം ഉപരിപ്ലവമായിട്ടുള്ള വെറും തട്ടിക്കൂട്ട് ഇടപാടുകളാണ്. അതുകൊണ്ട് നിത്യമായിട്ടുള്ള എന്നിൽ മനസ്സിനെ ഉറപ്പിക്കൂ. അടുത്ത ശ്ലോകം കൊണ്ട് ഈ അധ്യായം ഇവിടെ
ഉപസംഹരിക്കുന്നു. മന്മനാ ഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്തേവ മമാത്മാനം മത്പരായണഃ. മന്മന മത് ഭക്തഃ ഭവ. മന്മന എന്നിൽ മനസ്സ് ഉറപ്പിച്ചിട്ടുള്ളവനായി, മദ്ഭക്തഃ എന്നെ ഭജിക്കുന്നവനായി, മദ്യാജി എനിക്ക് വേണ്ടി യജിക്കുന്നവൻ. എല്ലാം തന്നെ പറഞ്ഞല്ലോ, യത് കരോഷി യത് അശ്നാസി, അത് തന്നെ ഭവ ആയിത്തീരൂ. മാം നമസ്കുരു നീ എന്നെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരെയൊക്കെ നമസ്കരിക്കുന്നുണ്ടോ അത് ഞാനാണെന്നറിയൂ, അതാണ്. ഏവം മത്പരായണഃ ഇങ്ങനെ ഞാൻ തന്നെയാണ് പരമമായ ആശ്രയം എന്നറിഞ്ഞ്, ആത്മാനം മയി യുക്ത്വ എന്നിൽ യോജിപ്പിച്ചിട്ട്, എന്നിൽ മനസ്സിനെ യോജിപ്പിച്ചാൽ എന്താണ്, മാം ഏവ ഏഷ്യസി നീ എന്നെ തന്നെ പ്രാപിക്കും, ഇതിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം 9-ാം അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്താ രാജവിദ്യ രാജഗുഹ്യയോഗോ നാമ നവമോധ്യായ. അങ്ങനെ 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന ഈ അധ്യായം ഇവിടെ ഉപസംഹരിച്ചിരിക്കുന്നു. നാളെ നമുക്ക് 10-ാം അധ്യായം വിഭൂതി യോഗം, വളരെ പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണ് വിഭൂതി യോഗം, നമുക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.